കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വർഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ ടീച്ചർ നമുക്ക് തന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം ഒരു ഫാമിലി ട്രീ തയ്യാറാക്കാനായിരുന്നു. അത് കൂട്ടുകാർ സ്വയം ചെയ്യേണ്ട ഒന്നാണ്. ഇനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അമ്മു വീട്ടിലെത്തിയാൽ സ്കൂളിലെ വിശേഷങ്ങൾ അച്ഛനമ്മമാരോട് പങ്കുവെക്കും. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് കുടുംബത്തിലുള്ളവരോട് പങ്കുവെക്കാറുള്ളത്? ലഘുവിവരണം തയ്യാറാക്കുക. Ammu shares the day's events at school with her parents on reaching home. What do you usually share with your parents? Prepare a brief note. എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? നമ്മൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ നമ്മളുടെ അച്ഛനമ്മമാരോട് പങ്കുവെക്കാറുണ്ടല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പങ്കുവെക്കാറുള്ളത്? അതൊക്കെ ഒന്ന് ഒരു ലഘു വിവരണമാക്കിയിട്ട് എഴുതാനാണ് ചോദ്യം. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇംഗ്ലീഷിൽ നമുക്കിത് എങ്ങനെ എഴുതാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. യൂഷ്വലി ഐ ഷെയർ ഓൾ ദ ഇവൻറ്റ്സ് അറ്റ് മൈ സ്കൂൾ വിത്ത് മൈ പാരൻസ്. വെനെവർ ഐ റിട്ടേൺസ് ഫ്രം ദി സ്കൂൾ, മൈ ഫാദർ ആൻഡ് മദർ ഈസ് വെയിറ്റിംഗ് ഫോർ മീ അറ്റ് ദി എൻട്രൻസ്. ദെൻ മൈ മദർ ഗീവ്സ് മീ എ കപ്പ് ഓഫ് ടീ വിത്ത് സ്നാക്സ്. ദാറ്റ്സ് ദ ടൈം ടു റിവീൽ ഓൾ മൈ സ്റ്റോറീസ് ആൻഡ് ഇൻസിഡൻറ്റ്സ് ദാറ്റ് ഫ്രം സ്കൂൾ. I tell about the teacher and my friends. Sometimes it is about the congrats from the teacher for getting me the highest marks, fight with friends, birthday sweets given by friends, when I got new friends. Whatever it is, I tell everything to my parents. Every day they are interested in my stories. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് മലയാളത്തിൽ എങ്ങനെയാണ് എഴുതാമെന്ന് നോക്കാം. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെടുന്നത് മുതലുള്ള അനുഭവങ്ങൾ അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടും ഞാൻ പറയും. വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം ആദ്യം കണ്ടുമുട്ടിയ സഹപാഠിയെക്കുറിച്ച് പറയും. ക്ലാസ്സിനുള്ളിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും പ്രവൃത്തികളെയും സംഭാഷണ രീതികളെയും പെരുമാറ്റത്തെയും കുറിച്ച് പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ കുറച്ച് വിവരണമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി കൂട്ടുകാർക്ക് ഇതേ മാതൃകയിൽ കൂട്ടുകാരുടെ കൂടി അനുഭവങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിലും മികച്ച ഒരു ലഘുവിവരണം തയ്യാറാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക്ഷീറ്റ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിൽ കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ബൈ.